10th പ്രിലിംസ് പരീക്ഷ വരാൻ പോവുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് 10th പ്രിലിംസ് പരീക്ഷകൾക്കായിട്ടുള്ളത്. സോ നമുക്കിനി ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ 100 ചോദ്യങ്ങൾ അടങ്ങിയ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും ടൈമർ ഉണ്ടാവും. കൃത്യമായ സമയത്തിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട്, ബി റൗലറ്റ് ആക്ട്, സി പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഡി ചാർട്ടർ ആക്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം 2, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ബി ജവഹർലാൽ നെഹ്റു, സി ബാലഗംഗാധർ തിലക്, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ശരി ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. ചോദ്യം 3, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ നാഗ്പൂർ, ബി മുംബൈ, സി അമരാവതി, ഡി ലാഹോർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ. ചോദ്യം 4, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ബി കോൺവാലിസ് പ്രഭു, സി വെല്ലസ്ലി പ്രഭു, ഡി കഴ്സൺ പ്രഭു. ശരി ഉത്തരം ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. ചോദ്യം 5, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബി അരുണ ആസഫ് അലി, സി സരോജിനി നായിഡു, ഡി മാഡം ഭിക്കാജി കാമ. ശരി ഉത്തരം ഓപ്ഷൻ സി സരോജിനി നായിഡു. ചോദ്യം 6, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ബി ചൂഷണത്തിനെതിരായ അവകാശം, സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചോദ്യം 7, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 29ാം ഭേദഗതി, ബി 25ാം ഭേദഗതി, സി 42ാം ഭേദഗതി, ഡി 44ാം ഭേദഗതി. ശരി ഉത്തരം ഓപ്ഷൻ ഡി 44ാം ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക, ബി ഫ്രാൻസ്, സി കാനഡ, ഡി സോവിയറ്റ് യൂണിയൻ. ശരി ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക. ചോദ്യം 9, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ രാജ മന്നാർ കമ്മിറ്റി, ബി പുഞ്ചി കമ്മിറ്റി, സി മൽഹോത്ര കമ്മിറ്റി, ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. ശരി ഉത്തരം ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. ചോദ്യം 10, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ബി രാഷ്ട്രപതി, സി ഉപരാഷ്ട്രപതി, ഡി ലോക്സഭാ സ്പീക്കർ. ശരി ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി. ചോദ്യം 11, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശൂർ, ബി കോഴിക്കോട്, സി വയനാട്, ഡി മലപ്പുറം. ശരി ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂരാണ്. ചോദ്യം 12,
സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ബി സഹോദരൻ അയ്യപ്പൻ, സി ചട്ടമ്പി സ്വാമികൾ, ഡി വൈകുണ്ഠ സ്വാമികൾ. ശരി ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ചോദ്യം 13. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ എ മലബാർ കലാപം, ബി ആറ്റിങ്ങൽ കലാപം, സി കുറിച്യ കലാപം, ഡി മുണ്ട കലാപം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. ചോദ്യം 14. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ എ പട്ടം താണുപിള്ള, ബി സി അച്യുതമേനോൻ, സി EMS നമ്പൂതിരിപ്പാട്, ഡി PK വാസുദേവൻ നായർ. ശരി ഉത്തരം ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. ചോദ്യം 15. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ഗൗരി പാർവതിഭായി, ബി മാർത്താണ്ഡവർമ്മ, സി ശ്രീ മൂലം തിരുനാൾ, ഡി ഗൗരി ലക്ഷ്മിഭായി. ശരി ഉത്തരം ഓപ്ഷൻ എ ഗൗരി പാർവതിഭായി. ചോദ്യം 16. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ, ബി G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല, സി 1998 G20 രൂപീകരിക്കപ്പെട്ടത്, ഡി എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് തെറ്റായ പ്രസ്താവന. ചോദ്യം 17. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി കണ്ണൂർ, സി കാസർഗോഡ്, ഡി കോഴിക്കോട്. ശരി ഉത്തരം ഓപ്ഷൻ ബി കണ്ണൂർ ആണ്. ചോദ്യം 18. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഫസൽ അലി, ബി പോറ്റി ശ്രീരാമലു, സി KM പണിക്കർ, ഡി HN കുൻസ്രു. ശരി ഉത്തരം ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. ചോദ്യം 19. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1. ചേരിചേരാ നയം, 2. സമാധാനപരമായ സഹവർത്തിത്വം, 3. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, 4. സ്വആശ്രയത്വം. ഓപ്ഷൻസ് 1 ഉം 4 ഉം, ബി 1, 2, 4, സി 1, 2, 3, ഡി 2, 3, 4. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3. ചോദ്യം 20. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബി ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി, സി ജർമ്മനി, ഇറ്റലി, തുർക്കി, ഡി ജർമ്മനി, തുർക്കി, ഓസ്ട്രിയ, ഹംഗറി. ശരി ഉത്തരം ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ചോദ്യം 21. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ബി ചൈന, സി കൊറിയ, ഡി ബ്രിട്ടൻ. ശരി ഉത്തരം ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. ചോദ്യം 22. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാവ, ബി APJ അബ്ദുൽ കലാം, സി വിക്രം സാരാഭായ്, ഡി ഡോക്ടർ രാജ രാമണ്ണ. ശരി ഉത്തരം ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. ചോദ്യം 23.
കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ എ ജെസിക്ക കോക്സ്, ബി ജിലു മോൾ മാരിയറ്റ് തോമസ്, സി ശീതൽ ദേവി, ഡി സരള താക്രൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. ചോദ്യം 24. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ബി ശ്രീലങ്ക, സി പാകിസ്ഥാൻ, ഡി അഫ്ഗാനിസ്ഥാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക. ചോദ്യം 25. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ എ 5-ാം സ്ഥാനം, ബി 6-ാം സ്ഥാനം, സി 7-ാം സ്ഥാനം, ഡി 8-ാം സ്ഥാനം. ശരി ഉത്തരം ഓപ്ഷൻ സി 7-ാം സ്ഥാനമാണ്. ചോദ്യം 26. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഓപ്ഷൻ എ കെ മുരളീധരൻ, ബി എം ബി രാജേഷ്, സി ആന്റണി രാജു, ഡി ഇ വി അബ്ദുൽ ഗഫൂർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇ വി അബ്ദുൽ ഗഫൂർ. ചോദ്യം 27. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ആറളം വന്യജീവി സങ്കേതം, ബി ചിന്നാർ വന്യജീവി സങ്കേതം, സി മുത്തങ്ങ വന്യജീവി സങ്കേതം, ഡി പേപ്പാറ വന്യജീവി സങ്കേതം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ചോദ്യം 28. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ചൈന, ബി ശ്രീലങ്ക, സി ജപ്പാൻ, ഡി ഇന്ത്യ. ശരി ഉത്തരം ഓപ്ഷൻ എ ചൈന. ചോദ്യം 29. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ബി പാമ്പാർ, സി പെരിയാർ, ഡി ഭവാനി. ശരി ഉത്തരം ഓപ്ഷൻ സി പെരിയാർ. ചോദ്യം 30. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഉത്തര പർവ്വത മേഖല, ബി ഉപദ്വീപീയ പീഠഭൂമി, സി ഉത്തര മഹാസമതലം, ഡി തീര സമതലം. ശരി ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ചോദ്യം 31. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ എ വേമ്പനാട്, ബി ശാസ്താംകോട്ട, സി വെള്ളായണി, ഡി പരവൂർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട. ചോദ്യം 32. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 9, ബി 8, സി 7, ഡി 5. ശരി ഉത്തരം ഓപ്ഷൻ എ 9. ചോദ്യം 33. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ടിബറ്റ് പീഠഭൂമി, ബി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, സി ഡക്കാൻ പീഠഭൂമി, ഡി മാൾവ പീഠഭൂമി. ശരി ഉത്തരം ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. ചോദ്യം 34. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ പെരിയാർ, ബി നെയ്യാർ, സി ഭാരതപ്പുഴ, ഡി പമ്പ. ശരി ഉത്തരം ഓപ്ഷൻ ഡി പമ്പ. ചോദ്യം 35. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ എ സിയാച്ചിൻ, ബി ഇന്ദിരാ കോൾ, സി ഇന്ദിരാ പോയിന്റ്, ഡി റാൻ ഓഫ് കച്ച്. ശരി ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ചോദ്യം 36. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്?
ഓപ്ഷൻ എ കോട്ടയം, ബി വയനാട്, സി കൊല്ലം, ഡി ആലപ്പുഴ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. ചോദ്യം 37. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ബി അഷ്ടമുടി കായൽ, സി പുന്നമട കായൽ, ഡി ശാസ്താംകോട്ട കായൽ. ശരി ഉത്തരം ഓപ്ഷൻ സി പുന്നമട കായൽ. ചോദ്യം 38. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 951, ബി 941, സി 961, ഡി 971. ശരി ഉത്തരം ഓപ്ഷൻ ബി 941. ചോദ്യം 39. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ എസ് മണികുമാർ, ബി എസ് വി ഭട്ടി, സി സൗമൻ സെൻ, ഡി ഡി വൈ ചന്ദ്രചൂഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി സൗമൻ സെൻ. ചോദ്യം 40. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ഇരവികുളം, ബി സൈലന്റ് വാലി, സി മതികെട്ടാൻ ചോല, ഡി ആനമുടി ചോല. ശരി ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. ചോദ്യം 41. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ കേരളം, ബി ആസാം, സി മേഘാലയ, ഡി ത്രിപുര. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മേഘാലയ. ചോദ്യം 42. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1963, ബി 1952, സി 1973, ഡി 1983. ശരി ഉത്തരം ഓപ്ഷൻ സി 1973. ചോദ്യം 43. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ വെങ്കയ്യ നായിഡു, ബി ജഗദീപ് ധൻഖർ, സി ദ്രൗപദി മുർമു, ഡി രാംനാഥ് കോവിന്ദ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. ചോദ്യം 44. ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ലാൻഡർ, ബി റോവർ, സി ഓർബിറ്റർ, ഡി പ്രൊപ്പൽഷൻ മോഡ്യൂൾ. ശരി ഉത്തരം ഓപ്ഷൻ സി ഓർബിറ്റർ. ചോദ്യം 44. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിന്റെ ചിത്രം ഏതാണ്? ഓപ്ഷൻ എ ഗ്രാമീണ ചെണ്ടക്കാരൻ, ബി ഭാരതമാത, സി സതി, ഡി ഗ്രാമീണ ജീവിതം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചോദ്യം 46. ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1 ജൂൺ 2017, ബി 1 ജൂലൈ 2017, സി 1 ഏപ്രിൽ 2017, ഡി 1 ജൂലൈ 2015. ശരി ഉത്തരം ഓപ്ഷൻ ബി 1 ജൂലൈ 2017. ചോദ്യം 47. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ബി മുഹമ്മദ് ഇക്ബാൽ, സി പ്രേംചന്ദ്, ഡി സുബ്രഹ്മണ്യ ഭാരതി. ശരി ഉത്തരം ഓപ്ഷൻ സി പ്രേംചന്ദ്. ചോദ്യം 48. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യ, ബി യൂറോപ്പ്, സി ഓസ്ട്രേലിയ, ഡി തെക്കേ അമേരിക്ക. ശരി ഉത്തരം ഓപ്ഷൻ എ ഏഷ്യ. ചോദ്യം 49. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ
ഇന്ദ്രൻസ്, ബി രൺവീർ സിംഗ്, സി സൂര്യ, ഡി അല്ലു അർജുൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി അല്ലു അർജുൻ. ചോദ്യം 50. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഓപ്ഷൻ എ തുറന്നിട്ട വാതിൽ, ബി കാലം സാക്ഷി, സി വേരുകൾ, ഡി എൻ്റെ കഥ. ശരി ഉത്തരം ഓപ്ഷൻ ബി കാലം സാക്ഷി. ചോദ്യം 51. 2023 മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ബി ന്യൂസിലാൻഡ്, സി ചൈന, ഡി UAE. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ. ചോദ്യം 52. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ബി ഗുജറാത്ത്, സി ബംഗാൾ, ഡി ബീഹാർ. ശരി ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ്. ചോദ്യം 52. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇടതുവശത്ത് ഉളിപ്പല്ല്, കൊമ്പല്ല്, ചവർണം, അഗ്രചവർണം. വലത് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഓപ്ഷൻസ് എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി 1 3 ശരി, ഡി എല്ലാം ശരിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. 2 മാത്രം. കൊമ്പല്ല്, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ എന്നത് മാത്രമാണ് ശരി. ചോദ്യം 54. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ എ വഴുതന, ബി തക്കാളി, സി പയർ, ഡി വെണ്ട. ശരി ഉത്തരം ഓപ്ഷൻ സി പയർ. ചോദ്യം 55. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ എ സ്കർവി, ബി ഗോയിറ്റർ, സി കണ, ഡി അനീമിയ. ശരി ഉത്തരം ഓപ്ഷൻ സി കണ. ചോദ്യം 56. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. 2. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. 3. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ബി 2 മാത്രം ശരി, സി 3 മാത്രം ശരി, ഡി ഇവയെല്ലാം ശരിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം ശരി. ചോദ്യം 57. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം, ബി മലപ്പുറം, സി തിരുവനന്തപുരം, ഡി എറണാകുളം. ശരി ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. ചോദ്യം 58. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? ഓപ്ഷൻ എ 2024, ബി 2022, സി 2023, ഡി 2021. ശരി ഉത്തരം ഓപ്ഷൻ സി 2023. ചോദ്യം 59. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആർദ്രം, ബി ഗ്രാമീണം, സി ആശ്വാസകിരണം, ഡി ഇവ ഒന്നുമല്ല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ആർദ്രം. ചോദ്യം 60. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, ബി വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു, ഡി വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ശരി ഉത്തരം ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ചോദ്യം 61. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്,
ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്, ബി കോൺകേവ് ലെൻസ്, സി സിലിണ്ടറിക്കൽ ലെൻസ്, ഡി ഡബിൾ കോൺകേവ് ലെൻസ്. ശരി ഉത്തരം ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. ചോദ്യം 62. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ബി ഊഞ്ഞാലിന്റെ ചലനം, സി മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഡി ജെയിന്റ് വീലിന്റെ ചലനം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ജെയിന്റ് വീലിന്റെ ചലനം. ചോദ്യം 63. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മെന്റലീവിയം, ബി ടൈറ്റാനിയം, സി റൂദർഫോർഡിയം, ഡി ക്യൂറിയം. ശരി ഉത്തരം ഓപ്ഷൻ ബി ടൈറ്റാനിയമാണ്. ചോദ്യം 64. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. 1. കണികകളുടെ ഊർജം കൂടുന്നു. 2. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. 3. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4. കണികകളുടെ ചലനം കുറയുന്നു. ഓപ്ഷൻ എ 1, 2 ശരി, ബി 2, 3 ശരി, സി 1, 2, 3 ശരി, ഡി 1, 4 ശരി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. ചോദ്യം 65. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60S ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ ചൈന, ബി ജപ്പാൻ, സി കൊറിയ, ഡി റഷ്യ. ശരി ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ. ചോദ്യം 66. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ സാധിക്കും. ബി ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. സി താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം 67. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ എ ക്ഷയം, ബി ചിക്കൻ ബോക്സ്, സി എലിപ്പനി, ഡി ഡിഫ്തീരിയ. ശരി ഉത്തരം ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. ചോദ്യം 68. നിപ്പ വൈറസിന്റെ പ്രകൃത്യായുള്ള വാഹക ജീവി ഏതാണ്? ഓപ്ഷൻ എ വവ്വാൽ, ബി കൊതുക്, സി പന്നി, ഡി ഈച്ച. ശരി ഉത്തരം ഓപ്ഷൻ എ വവ്വാൽ. ചോദ്യം 69. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ബി അക്രോമെഗാലി, സി ഡയബറ്റിസ് മിലിറ്റസ്, ഡി വാമനത്വം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഡയബറ്റിസ് മെലിറ്റസ്. അടുത്ത ചോദ്യം 70. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ മഗ്നീഷ്യം, ബി കാൽസ്യം, സി ഇരുമ്പ്, ഡി കാർബൺ. ശരി ഉത്തരം ഓപ്ഷൻ സി ഇരുമ്പ്. ചോദ്യം 71. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ സിഗ്മോമാനോമീറ്റർ, ബി തെർമോമീറ്റർ, സി സ്റ്റെതസ്കോപ്പ്, ഡി ലാക്ടോമീറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ എ സിഗ്മോമാനോമീറ്റർ. ചോദ്യം 72. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ അതിറോസ്ക്ലീറോസിസ്, ബി പക്ഷാഘാതം, സി ഹൃദയാഘാതം, ഡി പ്രമേഹം.
ശരി ഉത്തരം ഓപ്ഷൻ ഡി പ്രമേഹം. ചോദ്യം 73. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ബി മോണോസൈറ്റ്, സി ലിംഫോസൈറ്റ്, ഡി ബേസോഫിൽ. ശരിയുത്തരം ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. ചോദ്യം 74. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ വൈസ്, ബി ഹോപ്പ്, സി നോട്ട്, ഡി റിച്ച്. ശരി ഉത്തരം ഓപ്ഷൻ എ വൈബ്സ്. ചോദ്യം 75. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ രോഗമിത്ര, ബി സഹേലി, സി സ്പർശ്, ഡി ബാലമിത്ര. ശരി ഉത്തരം ഓപ്ഷൻ ഡി ബാലമിത്ര. ചോദ്യം 76. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ എ ലൈംഗിക ബന്ധത്തിലൂടെ, ബി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, ഡി സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ശരി ഉത്തരം ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. ചോദ്യം 77. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ, ബി ശ്രീജ രാജ്, സി ക്യാപ്റ്റൻ ആലിസ് കെർ, ഡി വിനയ സിംഗ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. ചോദ്യം 78. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ബി കൊൽക്കത്ത, സി കൊച്ചി, ഡി ചെന്നൈ. ശരി ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. ചോദ്യം 79. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ കോഴിക്കോട്, ബി വയനാട്, സി ഓടക്കാലി, ഡി തുടങ്ങനാട്. ശരി ഉത്തരം ഓപ്ഷൻ ഡി തുടങ്ങനാട്. ചോദ്യം 80. അമേബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? ഓപ്ഷൻ എ മലിനജലം, ബി ഭക്ഷണം, സി വായു, ഡി സ്പർശനം. ശരി ഉത്തരം ഓപ്ഷൻ എ മലിനജലം. ചോദ്യം 81. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്പെക്ട്രം, ബി ജീവനം, സി പരിരക്ഷ, ഡി മൃതസഞ്ജീവിനി. ശരി ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി. ചോദ്യം 82. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ബി കരൾ, സി ശ്വാസകോശം, ഡി അസ്ഥി. ശരി ഉത്തരം ശ്വാസകോശം, സി ആണ് ശരിയായ ഉത്തരം. ചോദ്യം 83. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ബി എഡ്വേർഡ് ജെന്നർ, സി റോബർട്ട് ഹുക്ക്, ഡി ലൂയി പാസ്റ്റർ. ശരി ഉത്തരം ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ. ചോദ്യം 84. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഓപ്ഷൻ എ ഇരുമ്പ്, ബി കാൽസ്യം, സി അയഡിൻ, ഡി സോഡിയം. ശരി ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ്. ചോദ്യം 85. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ കോളറ, ബി ടൈഫോയിഡ്, സി മീസിൽസ്, ഡി മഞ്ഞപ്പിത്തം. ശരി ഉത്തരം ഓപ്ഷൻ സി മീസിൽസ്. ചോദ്യം 86. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ്? ഓപ്ഷൻ എ സൈറ്റോകൈനിൻ, ബി ബോംബിക്കോൾ, സി ഓക്സിൻ,
ഡി ജിബറല്ലിൻ? ശരി ഉത്തരം ഓപ്ഷൻ ബി ബോംബിക്കോൾ. ചോദ്യം 87. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോകം ഏതാണ്? ഓപ്ഷൻ എ സ്വർണം, ബി വെള്ളി, സി സിങ്ക്, ഡി അലുമിനിയം. ശരി ഉത്തരം ഓപ്ഷൻ സി സിങ്ക്. ചോദ്യം 88. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ചാലനം, ബി സംവഹനം, സി വിസരണം, ഡി വികിരണം. ശരി ഉത്തരം ഓപ്ഷൻ സി വിസരണം. ചോദ്യം 89. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഓപ്ഷൻ എ ഫോമിക് ആസിഡ്, ബി അസറ്റിക് ആസിഡ്, സി ലാക്റ്റിക് ആസിഡ്, ഡി സിട്രിക് ആസിഡ്. ശരി ഉത്തരം ഓപ്ഷൻ എ ഫോമിക് ആസിഡ്. ചോദ്യം 90. ധവള പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ അപവർത്തനം, ബി പ്രകീർണനം, സി പ്രതിപതനം, ഡി വിസരണം. ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രകീർണനം. ചോദ്യം 91. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ എ ബാക്ടീരിയ, ബി വൈറസ്, സി ഫംഗസ്, ഡി പ്രോട്ടോസോവ. ശരി ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. ചോദ്യം 92. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ, ബി ബയോസ്ഫിയർ റിസർവ്, സി നാഷണൽ പാർക്ക്, ഡി വന്യജീവി സങ്കേതം. ശരി ഉത്തരം ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ. ചോദ്യം 93. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. ഓപ്ഷൻ എ ലോല, ബി മാലിക, സി ജ്വാലാമുഖി, ഡി ഭാഗ്യലക്ഷ്മി. ശരി ഉത്തരം ഓപ്ഷൻ സി ജ്വാലാമുഖി. ചോദ്യം 94. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഓപ്ഷൻ എ ഇന്ദ്ര, ബി അപ്പു, സി ജലറാണി, ഡി പത്മിനി. ശരി ഉത്തരം ഓപ്ഷൻ എ ഇന്ദ്ര. ചോദ്യം 95. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ എ ഗോൾ, ബി 800, സി വിന്നർ, ഡി ജീവിത നൗക. ശരി ഉത്തരം ഓപ്ഷൻ ബി 800. ചോദ്യം 96. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ബി ഗാന്ധിജി, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി സരോജിനി നായിഡു. ശരി ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി. ചോദ്യം 97. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി എം പി നാരായണ മേനോൻ, ഡി ജവഹർലാൽ നെഹ്റു. ശരി ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ചോദ്യം 98. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്. ഓപ്ഷൻ എ കതിർ ആപ്പ്, ബി മണ്ണ് ആപ്പ്, സി വെളിച്ചം, ഡി നവോത്ഥാൻ പദ്ധതി. ശരി ഉത്തരം ഓപ്ഷൻ എ കതിർ ആപ്പ്. ചോദ്യം 99. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. സൂചന 1. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. സൂചന 2. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മരയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഓപ്ഷൻ എ ഇടുക്കി വന്യജീവി സങ്കേതം, ബി ചെന്തുരുണി വന്യജീവി സങ്കേതം, സി ചിന്നാർ വന്യജീവി സങ്കേതം, ഡി പേപ്പാറ വന്യജീവി സങ്കേതം.
ശരി ഉത്തരം ഓപ്ഷൻ സി, ചിന്നാർ വന്യജീവി സങ്കേതം. ചോദ്യം 100. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ ശബരിഗിരി പത്തനംതിട്ട, ബി ഇടുക്കി പദ്ധതി ഇടുക്കി, സി കുറ്റിയാടി പദ്ധതി കോഴിക്കോട്, ഡി സിയാൽ പദ്ധതി എറണാകുളം. ശരി ഉത്തരം ഓപ്ഷൻ ഡി, സിയാൻ പദ്ധതി എറണാകുളം. അങ്ങനെ 10th പ്രിലിംസ് പരീക്ഷകളിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ച 100 ചോദ്യങ്ങൾ അടങ്ങിയ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്തു നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റ് ടെസ്റ്റ് സീരീസുകൾക്കായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.